Thank you. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. Happy Teachers, ma'am. Teachers Day, ma'am. Thank you. Thank you. എല്ലാവർക്കും thank you. Happy Teachers Day. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. Thank you. Happy Teachers Day, ma'am. Thank you, Praveena. Happy Teachers Day, ma'am. Thank you. Happy Teachers Happy Teachers Day, ma'am. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. ടീച്ചറെ ഗിഫ്റ്റ് കിട്ടിയാ കിട്ടി. വീഡിയോ കണ്ടു പറ ഞങ്ങൾ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടോ? കണ്ടു. ഓ. അടിപൊളി. മിസ്സേ ഒരു 5 മിനിറ്റ്സ് കൂടെ നോക്കണോ? ശരണ്യ മിസ്സിനെയും നഫ്സിയ മാമിനെയും കണ്ടില്ല. പിന്നെ സാറ് കേറാന്ന് പറഞ്ഞിരുന്നു, സാറിനെയും കണ്ടില്ല. ശരണ്യെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. പിന്നെ നസ്ഫിയല്ലേ, നസ്ഫിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. ശരണ്യെ ഞാൻ വിളിച്ചു നോക്കാം. ഞാനുണ്ട് ഇവിടെ. മിസ്സിനെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാ. സോറി മിസ്സേ. മിസ് സാറിന് തിരക്കായതുകൊണ്ടാണ് വരാത്തതെന്ന്. ഞാൻ തുടങ്ങട്ടെ മിസ്സേ. സാർ പറഞ്ഞിരുന്നു, വിജയദേവ് സാർ പറഞ്ഞിരുന്നു തിരക്കാണെന്ന്. മറ്റാരെങ്കിലും ചിലപ്പോ കയറും എന്നാണ് പറഞ്ഞത്, സമയം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോ വന്നില്ലല്ലോ, ഞങ്ങൾ തുടങ്ങട്ടെ. ഞങ്ങൾക്ക് അരമണിക്കൂറാണ് ടൈം പെർമിഷൻ തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് അരമണിക്കൂറിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കാം മിസ്സേ. കാരണം കുറച്ച് കൂടുതൽ പേര് ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നു, അതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശില്പ.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സഹപാഠികൾക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ മിസ്സുമാർ ഞങ്ങളോട് ക്ഷമിക്കണം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഹണി പോൾസനെ ക്ഷണിക്കാം. ഹണി. ഇവിടെയും ഒരുപോൽ ഭുവനേശാങ്ങൾക്ക് വഴികാട്ടിയായി ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനിയേണമേ നീ. എളിയോരായി നാടിന്റെ നന്മയ്ക്കായി എന്നും പണി ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി തന്നാലും പരിശുദ്ധ സ്നേഹത്തിൻ ചെടിയിൽ വിടർന്ന നറുമലർ പോൽ ഞങ്ങൾ കഴകിയാലും ക്രിസ്ത്യാനി ഹിന്ദു ഇസ്ലാമുമുള്ള ഇന്നാട്ടിലൊന്നു സത്യത്തെ കാൺമാൻ ശക്തനാം ദൈവമായി വിശ്വം ഭരിക്കും അങ്ങിന്നു കാഴ്ച തന്നാലും അങ്ങിന്നു ഞങ്ങൾക്ക് കാഴ്ച തന്നാലും. താങ്ക് യു മാം. താങ്ക് യു ഹണി. ഇനി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയേണ്ട ചടങ്ങാണ്. സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നത് സുധേഷ് സാറായിരുന്നു. സുധേഷ് സാറിന് ചിലപ്പോൾ വരാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പകരം വേറെ ആരെങ്കിലും കയറുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ആരും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാറിനെയാണ് ആദ്യം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത്. സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിനെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരരായ നമ്മുടെ ടീച്ചേഴ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 4 ടീച്ചേഴ്സ്, നമ്മൾ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ജെംസ് ആണ് അവർ. അപ്പോൾ ജിഷ മിസ്, അശ്വതി മിസ്, ശരണ്യ മിസ്, നഫ്സിയ മിസ്, ഇവരെ 4 പേരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾ, നമ്മൾക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, റിജോ ചേട്ടൻ. നമ്മുടെ മിസ്സുമാരെ എപ്പോഴും പറയും സ്ക്രോൾ ചെയ്ത് റിജോ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത് ചേട്ടനാണ്. അപ്പം നമ്മുടെ ഈ ക്യാമറയ്ക്ക് പുറകിൽ ആ ചേട്ടനുണ്ട്. ആ ചേട്ടനെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്റർവ്യൂ ചെയ്തോട്ടെ. റിജോയ്ക്ക് സ്വാഗതം മാത്രം പോരാ, ബർത്ത്ഡേ വിഷും പറയണം. ബർത്ത്ഡേ ആണ്. ആണോ? ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്തെങ്കിലും ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് കരുതിയനെ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ. ഇല്ലില്ല, നിങ്ങൾ തന്നതിന് ഒരുപാട് ഞങ്ങൾ ഇനി ഓരോരുത്തരുടെയും ബർത്ത്ഡേ ചോദിച്ചറിഞ്ഞു വെച്ചോളാം. ഓക്കെ ചേട്ടാ. ഇനി അടുത്തത് എൻ്റെ സഹപാഠികളായ നിങ്ങളുടെ ഓരോരുത്തരെയുമാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക സപ്പോർട്ട്, അതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിന് അധ്യക്ഷനും സാറുമാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജിഷ മിസ്സിനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. മിസ് 2 വാക്ക് ഉദ്ഘാടനം. തീർച്ചയായും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ശരിക്കും. ഇങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ ഇത്രയും കാലത്തൊരു ലൈഫിനിടയ്ക്ക് എനിക്ക് ഇത്രയും അധികം സ്നേഹം നിറഞ്ഞ വിഷസ് കിട്ടിയ ഒരു ഇയർ ഉണ്ടായിട്ടില്ല. അപ്പൊ വളരെ സന്തോഷം അതിന്. പിന്നെ എന്താ പറയാ, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, എന്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരും, നമ്മൾ ഓരോ പാഠപുസ്തകങ്ങളാണ്. ഞാൻ പലതും പഠിച്ചത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് മുമ്പിൽ വന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ മാത്രമല്ല, നമ്മളുടെ സഹപ്രവർത്തകരും, ഞാൻ ആരെയൊക്കെ കണ്ടു പറഞ്ഞു കേട്ടിട്ടില്ലേ, എതിരെ വന്ന അന്ധൻ പോലും എന്തെങ്കിലും നമുക്ക് തന്നിട്ട് പോകും. ശരി തന്നെയാ. കണ്ണില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും
ഒരു വെളിച്ചം തന്നിട്ടേ മുമ്പോട്ട് പോവുകയുള്ളൂ. നമ്മുടെ എതിരെ വരുന്ന ആര് തന്നെയായാലും നമുക്ക് എന്തെങ്കിലും തന്നിട്ടും അപ്പൊ നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഈ ഒരു നിമിഷവും എന്താ അരമണിക്കൂറേ ഉള്ളൂവെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ മുഴുവനും ഒരു സന്തോഷം തരുന്ന ഈ ഒരു അവസരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട്. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. മിസ് ഇനി ഞങ്ങൾ കുറച്ച് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിസ്സിനെ അറിയാം, ഞങ്ങൾ പലരും പലയിടത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ ഞാൻ വിളിക്കാം, ഓരോരുത്തരെ വീഡിയോ ഓൺ ചെയ്യും. ആദ്യം ചാർട്ടാണ്. ചാർട്ട് ജെനിഫർ എന്ന് പറയുന്ന ഒരു ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ഈ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആളിപ്പോൾ ഈ ക്ലാസ്സിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ട് മിസ്സേ. ജെനിഫർ ഇപ്പോൾ ചാർട്ട് കാണിക്കും മിസ്സിന്. ജെനിഫർ പ്ലീസ്. മാം, എന്റെ പേര് ജിൻസി എന്നാണ്. മോളുടെ പേരാണ് ജെനിഫർ. പിന്നെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയത്. സോറി. റിജു ഒന്ന് ജിൻസിയെ ഒന്ന് പിൻ ചെയ്യാമോ? കാണാൻ പറ്റും. 1 മിനിറ്റ് മാം, ഞാൻ എന്റെ മോളെ വിളിക്കട്ടെ. ജെനിഫർ, ജെനി. Happy Teachers Day, all my beloved teachers and my friends. താങ്ക് യു ജിൻസി. എനിക്ക് പേര് മാറിപ്പോയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ ജെനിഫർ എന്നുള്ള പേരാണ് വാട്സപ്പിൽ കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് പേര് മാറിപ്പോയത്. സോറി. ഇനി അടുത്തത് അഞ്ജലി CJ. അഞ്ജലി. അഞ്ജലി കേൾക്കുന്നുണ്ടോ അഞ്ജലി? ഞാൻ മൈക്ക് ഓൺ ആക്കില്ല, സോറി. ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. എല്ലാവർക്കും എനിക്ക് ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതിന് ഇത്തിരി സംസാരിക്കാനായിട്ട്. താങ്ക് യു അഞ്ജലി, താങ്ക് യു സോ മച്ച്. മിസ് ഇനി ഞങ്ങൾ കുറച്ച് പേര് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഞങ്ങൾ ഓരോരുത്തരും. ആദ്യമായിട്ട് അഞ്ജലി തന്നെ ഒരു കാർഡ് കാണിക്കും. അഞ്ജലി. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. ഞാനിത് വെച്ചിട്ട് കാണിക്കാം, ക്ലിയർ ആവില്ല. ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരാൾ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ചേച്ചിയുടെ മോളാണ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. ഹായ്. താങ്ക് യു ഗോഡ് ബ്ലസ്. താങ്ക് യു അഞ്ജലി. ജിഷ ചേച്ചിനെ വിളിക്കാം. ജിഷ ചേച്ചി. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കാർഡ്. കാണുന്നുണ്ടോ? ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കാര്യം എഴുതിയിട്ടുണ്ട്. യുവർ ഡെഡിക്കേഷൻ ആൻഡ് കൈൻഡ്നസ് ഇൻസ്പയർ മീ എവറി ഡേ. താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ഫെസിലിറ്റേറ്റർ. ജിഷ മാം എപ്പോഴും പറയും ടീച്ചേഴ്സിന് പകരം ഫെസിലിറ്റേറ്റർ ഉപയോഗിക്കണമെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇനി നമുക്ക് മെറിനാണ് കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറിൻ. Happy Teachers Day. Thank you for teaching me and guiding me. You are best teachers. Love you so much. താങ്ക് യു മെറിൻ. ഇനി ഇത് അംജിതയാണ്. അംജിത കാർഡ് മാത്രമല്ല, നമ്മുടെ മിസ്സുമാർക്ക് എല്ലാവർക്കും ഓരോ ഫ്ലവർ വീതം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത്. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല, പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അംജിത കാർഡും ഫ്ലവറും കാണിച്ചു. അംജിത ഹലോ, അംജിത കേൾക്കാവോ?
ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. ഞാൻ ലാസ്റ്റ് സമയത്ത് അറിയുന്നത് ഇങ്ങനെ കാർഡും ചർക്കാനും കുറെ ക്ലാസ് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു 12 മണിയായപ്പോഴാണ്, അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയ കാർഡും പൂക്കളുമാണിത്. ഇതാണ് എന്റെ കാർഡ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു അംജദ. ഇനി അടുത്തത് സിജി പക്ഷെ കാണിക്കാൻ സിജിയോട് പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സില്. സിജി അടുത്തത് കാർഡ് കാണിക്കും. മാം ഹലോ. ഹായ് മാം, ഞാൻ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്തിരുന്നു കാർഡ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? മാം, ഞാൻ മോർണിംഗ് കാർഡ് സെൻഡ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം മോന് അത് കീറിക്കളഞ്ഞു. അതാ ഉണ്ടായത്. ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ഞാൻ അതാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അതൊരു ഫോട്ടോ എന്തെങ്കിലും എടുത്തു വെക്കും. കാരണം മോന്റെ പണി അതാണ്. ഞാൻ എവിടെ എടുത്തു വെച്ചാലും കേറി അങ്ങ് പണി തരും എനിക്ക്. അതാണ് ഞാൻ മോർണിംഗ് തന്നെ ഞാൻ നിങ്ങൾക്ക് അത് അങ്ങ് അയച്ചു തന്നത്. ഓക്കെ സിജി. അതാ മാം കാണിക്കുന്നുണ്ട് സിജി അയച്ച കാർഡ്. സിജി യെസ് മാം, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ബൊക്കെ ആൻഡ് കാർഡ് ഇട്ടിരുന്നു ഞാൻ. മാസ്ക് വെച്ചിട്ടല്ലേ? മാസ്ക് അല്ലേ യൂസ് ചെയ്തേക്കണേ? യെസ് മാം, മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സിജി. താങ്ക് യു മാം. ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. അശ്വതി മാം. താങ്ക് യു. താങ്ക് യു സിജി. ഇനി സിയ ആണ്. സിയക്ക് ചെറിയൊരു പ്രോബ്ലം സംസാരിക്കാൻ ഉണ്ടെന്ന് സിയ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒച്ച കുറവായിരിക്കും എന്നാണ് സിയ പറഞ്ഞത്. സിയ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഗുളിക കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ സിയ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു സിയ. ഇനി അടുത്തത് ഹണിയാണ്. ഹണി പോൾസൺ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാൻ ഒന്നും സമയം കിട്ടിയില്ല. എന്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സ് ഡേ ഫോട്ടോ ഉണ്ട്. ടീച്ചർ ലൈക്ക് it consumes itself to light the way for others. Thanks teachers to support. താങ്ക് യു ഹണി, താങ്ക് യു. മിസ് ഇനി ഒരുപാട് പേര് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അതിലാദ്യം സ്വാതിയാണ്. സ്വാതി. എന്തോ ഇവിടെ ഉണ്ട്. കാണാമോ? കേൾക്കാം. കാണാതെ ഒന്നും പഠിച്ചിട്ടില്ലേ? ഗുരുവാണെനിക്കെന്നും അണയാത്ത ദീപമങ്ങിരുളിന്റെ പാതയിൽ വഴികാട്ടിയായി വിദ്യതൻ പ്രഭയന്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ. അറിവിന്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ, നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച് ഉയരെ പറക്കുവാൻ ആശ നൽകി, നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ. അഴലിന്റെ പാതയിൽ വഴുതി വീഴാതെന്നെ കനിവാർന്ന കൈകളാൽ ചേർത്തുവല്ലോ. വിജ്ഞാനമാകുന്ന അണയാത്ത ദീപമെൻ മുമ്പിൽ തെളിച്ചതും ഗുരുവല്ലയോ. അർപ്പിച്ചിടുന്നിതാ ആയിരം എന്ന ഭീവാദ്യങ്ങൾ ഗുരുനാഥരെ, ഗുരുനാഥരെ. താങ്ക് യു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നല്ല രസമുണ്ടായിരുന്നു സ്വാതി. ആദ്യം കേട്ടതിനേക്കാളും നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റി സ്വാതിക്ക്. താങ്ക് യു സോ മച്ച് സ്വാതി. ഇനി ഹണിയാണ്. ഹണി കേൾക്കാവോ? ഒരു കവിതയാണ്. ആദ്യ വിദ്യാലയം
പി ഭാസ്കരൻ മാഷിന്റെ അതിലെ കുറച്ച് വരികളാണ്. അകലയാണുലകിലെനിക്കെന്നും അതിദിവ്യമാദ്യ വിദ്യാലയം. പിറകിനും പിറകിലെ മറവിലാണേറ്റവും പ്രിയതമാദ്യത്തെ വിദ്യാലയം. 60 വർഷങ്ങൾക്കപ്പുറമാണെന്റെ അരുമയാമാദ്യത്തെ വിദ്യാലയം. മറവിതന്മാരിൽ വളഞ്ഞു പോകുന്നൊരു പുറവേലിക്കെട്ടുകൾക്കുള്ളിലൂടെ മരുതും പുളിയും പിലാവും പുരിങ്ങയും നിൽക്കും വഴിയിലൂടെ കദളിത്തൈ വാഴകൾ വേലിക്കിരുവശം കരുമന കൂട്ടുന്ന വഴിയിലൂടെ പിറകോട്ടു 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 പോകുമ്പോൾ പീലി നിവർത്തിയ മയിലുപോലെ ഒരു കൂച്ചനറയാലു കാണാമതിൻ്റെ തറയിന്മേൽ കയറി നിന്നോർത്തിടുമ്പോൾ മിഴികൾക്കു മുന്നിൽ തെളിഞ്ഞിടും വഴിവക്കിൽ പഴയോലമേഞ്ഞൊരൻ വിദ്യാലയം. അവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിലെ ചെറുതേനെടുത്തു തേനീച്ച പോലെ. അതുവരെ കാണാത്ത ഗുരുവരൻ അറിവിന്റെ മധുരം വിളമ്പിയതവിടെയല്ലോ. അതുവരെ അറിയാത്ത കൂട്ടുകാർ വന്നെന്റെ അകതാർ കവർന്നതും അവിടമല്ലോ. അറിവിന്റെ നീലവിഹായസിലേറുവാൻ ചിറകുമുളപ്പിച്ചതവിടമല്ലോ. ഇതിന്റെ ട്യൂൺ ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ ഇട്ടതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഹണി, സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് വിനീതയാണ്. വിനീത, ഞാനിവിടെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ജിഷ മാമിനും അശ്വതി മാമിനും ശരണ്യ മാമിനും ദീപോധന ആശംസകൾ നേരുന്നു. എനിക്ക് പാടാനൊന്നും വലുതായിട്ട് അറിയില്ല, എന്നാലും പാടില്ല. അശ്വഹൃദയങ്ങളെ വിശ്വദീപങ്ങളെ അക്ഷരവഴിയിലെ ഗുരുബോധരേ. അശ്വഹൃദയങ്ങളെ വിശ്വദീപങ്ങളെ അക്ഷരവഴിയിലെ ഗുരുബോധരേ. മൊഴികളിൽ അഗ്നിയായി മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ അഗ്നിയായി മിഴികളിൽ സ്നേഹമായി ദൈവം കൊളുത്തിയ തിരിയാണു നിങ്ങൾ. ദീപമാകാം ദീപമേ ദീപമേ സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു വിനീത. വെറുതെ പറഞ്ഞതാണ് പാടാൻ അറിയില്ലെന്ന്. എല്ലാവരും പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട്, കൊള്ളാന്ന്. സൂപ്പർ വിനീത. അൽഫോൺസ് ഹലോ, അൽഫോൺസ് ഉണ്ടോ? കേക്കാവോ? അൽഫോൺസ് മിസ് ചെയ്യില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എന്നോട് ശൈലജ ആരാണ് പറഞ്ഞിരുന്നത്? സോറി ചേച്ചി, പേര് മാറിപ്പോയതാ. അൽഫോൺസ്. ഓക്കെ, അൽഫോൺസ് ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് ഷൈജി ചേച്ചിക്ക് പാടാവേ. A warm and pleasant good evening to you all, ma'am. First of all, I would like to wish you all a happy Teachers' Day. On behalf of my companions, I would like to sing a wishing song for you all. On this happy day of joy, we wish you, our dear teachers, happy Teachers' Day. We wish you, pray for you. With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. Our hearts are filled with joy and gay to celebrate you on this day. Happy Teachers' Day, we wish you, pray for you.
With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. We feel your love, we know you care, we know you take us very dear. Happy Teachers' Day, we wish you, pray for you. With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. We wish you joy, we wish you peace, we wish you God's gracious blessings. Happy Teachers' Day, we wish you, pray for you. With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. With 100 smiles, say 100 smiles, say 100 smiles, say 100 smiles. Happy Teachers' Day, we wish you, pray for you. Happy Teachers' Day, ma'am. Thank you all. താങ്ക് യു അൽഫോൺസ്. ഇനി ഷൈജിത്ത്. ഹലോ, കേക്കാവോ? ഷജില. സോറി, പിന്നെയും പേര് മാറിപ്പോയി. ഐ ആം സോറി. ഓക്കെ മിസ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് 7 മണിയായപ്പോഴാണ് വന്നത്. അപ്പോഴാണ് ഈ ഡിസ്കഷനൊക്കെ കണ്ടത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചൊല്ലണതാണ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. മനസ്സിനടിത്തട്ടിൽ അണയാത്ത ദീപമാണ് ഗുരുനാഥൻ. നല്ല വാക്കൂതുവാൻ നന്മയിൽ വളരുവാൻ ഇന്നും തുണയാകുമെൻ ഈശ്വരൻ. നീ തെളിച്ച വഴി ഒരു കെടാവിളക്കായി എന്റെ ഹൃദയാന്തരാളങ്ങളിലും ജ്വലിക്കുന്ന ജ്വാലയായി അറിവിൻ വെളിച്ചമായി നിന്റെ പ്രഭയിൽ ഞാനെന്നും അണയാത്ത നാളമായി കുഞ്ഞു കാറ്റായി കുളിരായി തലോടും എന്നെ കലകൾ തൻ പൊൻവെളിച്ചം നമുക്കായി പകർന്നൊരൻ പൊൻതിരുനാളമാണ് ഗുരു. അധ്യാപക ദിനാശംസകൾ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോ ജസ്റ്റ് ഒന്ന് നോക്കി, ഇപ്പൊ മെസ്സേജ് വരുന്നത് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ആൾ എന്നോട് പാടണം എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് പാടിയത്, പക്ഷെ നല്ല ഭംഗിയിലാണ് പാടിയത്. നല്ല രസമുണ്ടായിരുന്നു. ആർക്കും ഉണ്ടാവില്ല പെട്ടെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗട്സ്. ആ ധൈര്യത്തിന് അതാണ് ഏറ്റവും വലുത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്യടി വേണം. താങ്ക് യു ചേച്ചി, താങ്ക് യു. മിസ്സേ, എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ കേട്ടേക്കുന്ന അല്ലെങ്കിൽ വായിച്ചേക്കുന്ന കോട്ട്സ് വെച്ചിട്ട് ഒരു കവിത എഴുതിയേക്കുന്നതാണ്. പാടാൻ അത്രയും കൂടെ അറിയില്ല മിസ്സേ. പാടാവേ. കേവലം പാഠപുസ്തകങ്ങൾക്കുമപ്പുറം അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നെന്ന് വിവേകത്തോടെ ജീവിതത്തെയും നോക്കിയും മൂല്യവത്തായ പാഠങ്ങൾ പഠിച്ചിട്ടും അജ്ഞത ബാധിച്ച പാദങ്ങൾ മെല്ലവേ ഗുരുവിൻ കരങ്ങളാൽ പിച്ച വെച്ചിടണം. ഹരിശ്രീയിൽ തുടങ്ങിയ അമൃതങ്ങളെ കൊണ്ട് അക്ഷരലോകത്തിൻ അമരത്വം നേടിടാം. ഗുരുദക്ഷിണയായി എനിക്കിന്ന് നൽകിടാൻ സച്ചിന്തയേകും മനസ്സല്ലുകൊള്ളുവേ. ഗുരുവേ നമിച്ചിടാം, ഗുരുവേ നമിച്ചിടാം, ഗുരുവേ നമിക്കണം ഇന്നുമേ എന്നുമേ. അത്രേ ഉള്ളൂ മിസ്സേ. അധ്യാപക ദിനാശംസകൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും. മിസ്സേ, ഇനി നിങ്ങൾ 2 വാക്ക് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഊർജം നൽകാൻ വേണ്ടിയിട്ട് 2 വാക്ക്. ആദ്യം ജിഷ മിസ്സേന്ന്. ശരിക്കും നിങ്ങൾ ഇത്രയും ചെയ്തപ്പോ എന്ത് 2 വാക്ക് ഞാൻ പറയുന്നുള്ളതാണ് എന്റെ ഒരു സംശയം. എന്തായാലും വളരെ സന്തോഷായി. സോ എന്താ പറയാ, ചെറിയ സമയം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സമയം എടുത്തിട്ടാണെങ്കിലും എന്തായാലും എല്ലാം നല്ല ഭംഗിയായി. കുറെ പേര് പെട്ടെന്ന് ആ ഒരു നിമിഷ കവികളും ഒക്കെ ആയവരുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്, അല്ലെ? പെട്ടെന്ന് കണ്ടപ്പോ അത് ചെയ്യാനുള്ള മനസ്സ്, അത് തന്നെയാണ് ശരിക്കും വേണ്ടത് ഒരു ഫെസിലിറ്റേറ്റർക്ക്. ഓക്കെ, ഇവിടെ ഗൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും
പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ മെസ്സേജ് ബോക്സിൽ മെസ്സേജ് വന്നു നിറയുന്നു, റിയാക്ഷൻസ്, ലവ്, മറ്റേ ക്ലാപ്പ് എല്ലാം വരുന്നു. അപ്പൊ സപ്പോർട്ട് ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഒരാള് ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ അല്ലേ ശരിക്കും ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത്. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് ഇനി എന്ത് ഗൈഡൻസ് എന്താ തരണ്ടേ? എല്ലാരും ആയി കഴിഞ്ഞിരിക്കുന്നു, ഫെസിലിറ്റേറ്റർ ആയി കഴിഞ്ഞു. ഏപ്രിൽ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ നമ്മള് സെപ്റ്റംബറിൽ തുടങ്ങി നിൽക്കുക. അപ്പോഴേക്കും എല്ലാരും ആയി കഴിഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്നുള്ള ആ മാജിക് വേർഡ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ആൻഡ് always my wishes and blessings will be there. You can contact me anytime after the course. എങ്ങനെ വേണമെങ്കിലും. Okay, മനസ്സിലായില്ലേ? So always happy. ഇമോഷൻസ് എന്ത് വന്നാലും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും പറ്റുന്നുള്ളത് എനിക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ മനസ്സിലായി. സോ ബി ഹാപ്പി വിത്ത് യുവർ ലവ്ഡ് വൺസ് ആൻഡ് ഗോ ahead. No worries, go ahead. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ദെൻ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്സേ. മിസ്സേ, ഇവിടെ ഒരു ഇത് വന്നിരുന്നേ, മെസ്സേജ് വന്നിരുന്നേ. ആരായിരുന്നു? അയ്യോ, ഓക്കെ, സജിത ബിനു എന്ന് പറയുന്ന ആളൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മിസ്സിനെ കാണിക്കണം എന്ന് പറഞ്ഞു. ആള് സജിത, കേക്കാവോ? ഹലോ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹലോ, കേക്കാമോ? കേക്കാം. വീഡിയോ കാണില്ലേ? ഇല്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ. അതെ മിസ്, ഞാൻ കാർഡ് ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇപ്പോ എന്റെ 2 കുട്ടികളാണ്. അപ്പൊ അവരിവിടെ ഇരുന്നപ്പോ എല്ലാവരും ഇങ്ങനെ കാർഡ് കൊടുക്കണ കണ്ടപ്പോ അവർക്ക് ഇങ്ങനെ അയ്യോ അമ്മ മാത്രം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വേഗം ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പൊ എന്നോട് വേഗം ഒന്ന് കാണിക്കോ എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് വേഗം കാണിക്കാനായിട്ട് എടുത്തതാണേ. താങ്ക് യു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഓൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചേച്ചി എന്ത് ബ്ലെസ്ഡ് മദറാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം അമ്മ കാണിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോ അത്രയും നല്ല പിള്ളേരെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഭാഗ്യം ചെയ്യണം ചേച്ചി. എനിക്ക് തോന്നിയ കാര്യമാണ്, ശരിക്കും ഭാഗ്യം ചെയ്യണം ആ 2 പിള്ളേരെ. സോറി ബൈ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ദിവസം ഇത്ര ഭംഗിയായിട്ട് നല്ല രീതിയിൽ എല്ലാം സപ്പോർട്ട് ചെയ്ത ശില്പക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അശ്വതി മിസ്സേ, ഞങ്ങൾക്ക് വേണ്ടിട്ട് 2 വാക്ക്. വാക്കുകളൊന്നും ശരിക്കും പറയാൻ കിട്ടുന്നില്ല. ക്ലാസ് എടുക്കുമ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നതാണ്. അതിന് ശരിക്കും പറഞ്ഞാല് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്, ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും പറയാണ്, ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും ആദ്യമേ തന്നെ ഒരു ബിഗ് സല്യൂട്ട്. ഒരു ഫെസിലിറ്റേറ്റർ എന്നതിലുപരി നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഇന്ന് ഈ കാണുന്ന ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, സ്വന്തമായിട്ട് ചിന്തിക്കാനും അതിലുപരി മറ്റുള്ളവരെ ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് കൂടുതൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കേട്ടോ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ചേട്ടാ ശരണ്യ മിസ്സേ, ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ, ഹാപ്പി ട്യൂസ്ഡേ. 2 വാക്ക് പറയാൻ കരുതുന്നുണ്ട്. ഈ സമൂഹത്തിൽ നമ്മളാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മൾ തന്നെയാണ്. പക്ഷെ അതിന് നമ്മളെ പ്രാപ്തരാക്കിയത് നമുക്ക് നമ്മുടെ അമ്മയും അച്ഛനും അധ്യാപകരുമാണ്. അവരും കടപ്പാട് കൂടി തന്നെയാണ്
നിർത്തണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ശ്വാസവും ഒന്നോർക്കുക. അവർക്ക് നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ നൽകാൻ കഴിയുന്നത് മധുരമൂറുന്ന വാക്കുകളേക്കാൾ മനസ്സറിഞ്ഞ് നൽകുന്ന സ്നേഹമാണ്, പരിഗണനയാണ്, ബഹുമാനമാണ്, കരുതലാണ്. അതിന് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. സ്നേഹാദരങ്ങളോടെ വീണ്ടും നേരുന്നു ശുഭാധ്യാപക ദിനാശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതില് പേര് സൈനോ എന്നാ കിടക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നു ആളുടെ പേര് ഇതല്ല. ഷെരീഫ എന്നാണ് ആളുടെ പേര്. ഗ്രൂപ്പിൽ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് കുട്ടികൾ അറിയുമ്പോ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾ മാത്രങ്ങളെ പേര് വിളിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ കുട്ടികൾ വിട്ടതാണ് ടീച്ചേഴ്സിനെ. അപ്പൊ ഞാൻ അടുത്തൊന്ന് പറഞ്ഞു, ജസ്റ്റ് അത്രേ ഉള്ളൂ. മിസ് ശരണ്യ മിസ്. ശില്പ, ഫസ്റ്റ് ഓഫ് ഓൾ അശ്വതി മിസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എൻ്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എസ്പെഷ്യലി ഇങ്ങനെ ഓൺലൈനിലായിട്ട് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ടീച്ചേഴ്സിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഓരോ കുട്ടികളും എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ കയ്യിലാണെന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഓരോ ടീച്ചേഴ്സിന്റെയും മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളുടെയും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ട് അവർക്കുള്ള ഓരോ സ്റ്റെപ്പുകളും നല്ല സ്ട്രോങ് ആക്കിക്കൊണ്ട് സ്മൂത്ത് ആയിട്ട് അത് കയറി പോകാനായിട്ടുള്ള എല്ലാ എഫേർട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. പിന്നെന്താ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നെക്സ്റ്റ് ഇയർ ഇതേ ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇതേപോലുള്ള വിഷസും ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും മിസ്മാരോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ഓക്കെ. റേഞ്ച് പോകും. ഹലോ. ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പിന്നെ അധ്യാപകം കൂടിയായിരുന്നു. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എവിടെയെങ്കിലും റേഞ്ച് ഉള്ള ഒരു പുറത്തേക്ക് മാറുമോ? ഹലോ, കേൾക്കാമോ? ഹലോ, ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. അവിടെ വീട്ടിലെവിടെയാ കുറച്ച് നല്ലപോലെ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ടുള്ളത്? അവിടെ ഒന്നും ഇരിക്കാമോ? ശില്പ, വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ, നമുക്ക് പെർമിഷന്റെ ഒന്നും ആവശ്യം. ഓക്കെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലില്ലാത്തത് കൊണ്ട് പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ശരി, ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ എല്ലാ ടീച്ചർമാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. പിന്നെ ഒന്ന് പറയാനെന്ന് വെച്ചാൽ, ഞങ്ങൾ സത്യത്തിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വളരെ ബോൾഡായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ സംസാരിക്കാനൊന്നുള്ള ഒരു ധൈര്യം, എന്താ പറയുക, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒരു ആത്മവിശ്വാസം. ആക്ച്വലി ഞങ്ങൾ പല ഏരിയകളിലും സ്ട്രോങ് ആക്കിയതും ഇതുപോലെ സംസാരിക്കാനും എന്ത് പരിപാടിയും ആ സ്പോട്ടിൽ ചെയ്യാനൊക്കെ ഞങ്ങളെ പ്രിപ്പയർ ചെയ്തതെന്ന് ഞങ്ങൾ ടീച്ചർമാരാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ടീച്ചേഴ്സിനാണ്. കാരണം ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാം, അയ്യോ അതെങ്ങനാന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു ഇൻഡിവിജ്വലി ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചു തന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിന് ലോട്ട്സ് ഓഫ് താങ്ക്സ്. എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല. എനിവേ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാണ്, ടീച്ചേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. താങ്ക് യു. എനിക്ക് പേരറിയില്ല, ഇതിനകത്ത് സരിജ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും?
സ്മിതയുടെ ശരിയായോ? നെറ്റ്വർക്ക് ഇഷ്യൂ മാറിയോ? തസ്രീഫ് എന്തോ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. തസ്രീഫ മ്യൂട്ട് ചെയ്തിട്ട് കാണിച്ചോളൂ. വീഡിയോ ഇഷ്യൂ ആണെങ്കിൽ, ഓഡിയോ ഇഷ്യൂ ആണെങ്കിൽ. മെസ്സേജിൽ കണ്ടതാണ്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തഷ്രീഫയായിരുന്നു ശരിക്കും ഇന്ന് സ്വാഗതം പറയേണ്ടിയിരുന്നത്. പക്ഷേ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് തഷ്രീഫ പ്രശ്നം വന്നത്. തശ്രീ കേക്കാവോ? കേൾക്കാം. അത് കുട്ടികൾ സംസാരിച്ചിരുന്നതാണ്, അപ്പൊ അങ്ങനെ പറഞ്ഞു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. താങ്ക് യു തശ്രീ. ഇനി മറ്റാർക്കെങ്കിലും പറയാനുണ്ടോ? നമുക്കെന്നാ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാമോ? ഹലോ മാം, ഞാന് പിന്നെ കുറച്ച് കയറിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. ഇന്ന് എന്റെ മോന്റെ 15th ബർത്ത്ഡേയും കൂടെ ആയിരുന്നു, മൂത്താളിന്റെ അധ്യാപക ദിനവും കൂടെയാണ്. അപ്പൊ ഇന്ന് അതിന്റെ കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് കയറിയതാ. അപ്പൊ ദാണ്ട് ഞങ്ങൾ ഉണ്ടായ ബലൂണിനകത്ത് പെട്ടെന്ന് ദാണ്ട് ഇങ്ങനെ എഴുതിയിട്ടൊന്ന് കാണിക്കുകയാണ്. എനിക്ക് പറ്റിയില്ല, കാർഡൊന്നും തയ്യാറാക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇത് ഇളയാളാണ്. ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇയാളും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഇയാളാ എനിക്ക് ഓരോന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്ന ഇയാളാണ്. പക്ഷെ ഇന്ന് അറിഞ്ഞില്ല ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്നൊന്നും ഇല്ല. ബർത്ത്ഡേ തിരക്കിലിടയ്ക്ക് പറ്റിയില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യം ഞാൻ ഈ പറയും. ശരിക്കും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്ന പിന്നെ ഒരു പെൻ ഇറേസർ പോലെ ഒരു കരിയർ എന്ന് പറയുന്നത്. കുട്ടികൾ പെൻസിലുമാണ്, അവർ എഴുതിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്റെ എല്ലാ അധ്യാപകർക്കും, നമ്മുടെ പിന്നെ മാമിനാണെങ്കിലും ടീച്ചറിനാണെങ്കിലും എല്ലാം, സ്മാർട്ട് ഫ്രീയിലുള്ള എല്ലാവർക്കും ഞാൻ ടീച്ചറിന്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സ്മിത ചേച്ചി. അതേപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വരണുണ്ടായിരുന്നു, കുഞ്ഞിന് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിനോട് പറഞ്ഞേക്കണേ. പിന്നെ പെട്ടെന്നാണെങ്കിൽ പോലും ചേച്ചി മറ്റേ കാർഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ബലൂണിൽ ചേച്ചി എഴുതി കാണിച്ചിരുന്നു നമുക്ക് വിഷസ്. അത് പെട്ടെന്നാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഐഡിയ തോന്നാന്ന് പറയുന്നത് അത് അപാരമാണ്. പിന്നെ ബലൂൺ പൊട്ടി പോകാണ്ടിരിക്കണം, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും? ഭയം ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ 10 വർഷം പഠിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കണത്. കുട്ടികളല്ല തള്ളാര വയസ്സായ എല്ലാരും കൂടെ കൂടിയിട്ട് ടീച്ചേഴ്സിന് ഇത്രയും അടിപൊളിയാക്കി ഈ പരിപാടി ഉഷാറാക്കിയ ശില്പക്ക് ഒരു സല്യൂട്ട്. അടിപൊളിയായിക്കണു. ഗ്രൂപ്പ് നോക്കാൻ കുറേ വൈകി, അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പാട്ടോ എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്നാലും സൂപ്പറായി. ഈ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. താങ്ക് യു. നമുക്ക് ഇനി മുന്നോട്ട് എടുക്കല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇതേപോലെ സർപ്രൈസ് ആയിട്ട് മിസ്സുമാർക്ക് കൊടുക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി നമുക്ക് ശ്രമിക്കാം. ഇനിയുള്ള പരിപാടികളിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് എന്താ പറയാ, ഇത് ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. ജസ്റ്റ് 4 പേരിൽ തുടങ്ങിയ കാര്യമായിരുന്നു ഇപ്പോ നമ്മുടെ ഗ്രൂപ്പ് മൊത്തത്തിൽ വന്നിട്ട് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ 4 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഒന്നും നടക്കില്ലല്ലോ, എല്ലാവരും കൂടിയാലല്ലേ. പറയാതെ വയ്യ, ശില്പയോട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറയാൻ വിട്ടുപോയി. കോർഡിനേഷൻ അടിപൊളി, സൂപ്പർ. ഓക്കെ. ഒരാള് പറയുമ്പോ മറ്റയാൾക്ക് അങ്ങനെ പറയാന് തോന്നാണ്. അതുകൊണ്ട് എല്ലാരും പറഞ്ഞു. ഇനി കുറച്ചാളെ പറയാനുള്ളൂ. അടിപൊളി പരിപാടിയായി. ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പൊ മിസ്സുമാര് പറയുന്ന പോലെ നമ്മുടേതല്ലേ ഈ പ്ലാറ്റ്ഫോം. നമുക്ക് ഹാപ്പി ടീച്ചേഴ്സ്. താങ്ക് യു. ഞാൻ ഇതിനിടയ്ക്ക് വന്ന മെസ്സേജ് ഇതിനിടയ്ക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നേ. തള്ളാസ് അല്ല, വി ആർ എൻട്രിങ് 40s, വി ആർ യങ്സ്റ്റേഴ്സ്, അങ്ങനെ കുറെ മെസ്സേജ് കണ്ടു. 40s ആർ ന്യൂ 20s, പുതിയ 20കളാണ് 40കൾ എന്ന് പറയുന്നത്. അവിടെ പ്രണയത്തിനൊക്കെ പ്രത്യേകതയായിരിക്കും 40s വരുമ്പോ. നമ്മള് അങ്ങനെ തന്നെ വിചാരിക്കുക. ഓക്കെ, പ്രണയം ഉദ്ദേശിച്ചത് എന്തിനോടുള്ള പ്രണയം ആവാട്ടോ തന്നെ. ഈവൻ നമ്മുടെ പാർട്ട്ണറോടുള്ള അപ്രോച്ച് തന്നെ മാറും, വേറൊരു രീതിയാകും.
അതുപോലെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടമുള്ളതിനോടുള്ള ഇഷ്ടങ്ങൾ വേറെ രീതിയാണ്. ഇത്തിരി ധൈര്യം ഉണ്ടാവും. സോ 40s ആയവരും 40ലേക്ക് കടക്കാൻ പോകുന്നവരും ശരിക്കും എൻജോയ് ചെയ്യുക. 40s ആർ ദ ന്യൂ 20s. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമുക്ക് നിർത്താന്നാ. ഞാനൊരു 4 വരി ശ്ലോകം ചെല്ലാം. ഓക്കെ 4 വരി കേട്ടോ, ഫുള്ള് ചെല്ലുന്നില്ല. ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിതാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദ പൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ. ഇത് കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകമായിട്ട് ശില്പയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പെട്ടെന്നാണെങ്കിൽ പോലും ആ ചേച്ചി പാടിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പാടാൻ അറിയാവുന്നവർ പാടുന്ന പോലെ തന്നെ പാടണം തോന്നി. ചേച്ചിന്റെ പാട്ട് പാടണം തോന്നി. നല്ല അടിപൊളിയായിട്ട് രീതിയൊക്കെ ഉണ്ട്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സുജാത ചേച്ചി. സുജാത ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും നമ്മുടെ മിസ്സുമാരോട് സ്പെഷ്യലായിട്ട്? സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. നെറ്റ് പ്രോബ്ലം ഉണ്ട്, അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കണില്ല കേട്ടാ. 3 മിസ്സുമാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരെ നമുക്ക് കാണാൻ പറ്റി. അതിന് തന്നെ ശില്പയ്ക്ക് വളരെയധികം താങ്ക്സ് കേട്ടാ. പിന്നെ എല്ലാവരോടും വീണ്ടും ടീച്ചേഴ്സ് ഡേ. താങ്ക് യു മെറീൻ, താങ്ക് യു സോ മച്ച്. മിസ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സും ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്നും വേണമെന്നില്ല. ഞങ്ങളെ ഇതിനു മുന്നേ പഠിപ്പിച്ചവരായിക്കോട്ടെ, ഇപ്പോൾ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, ആരെ ഓർക്കാൻ ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും അവർ തിങ്ങി നിൽക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടി വരുന്നത്, ഞങ്ങളിൽ പലരും. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കണം. ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ മുഖത്ത് കാണുന്ന ചിരി, അത് മാത്രം മതി ഞങ്ങൾക്ക്, വേറൊന്നും വേണ്ട. അവരുടെ മുഖത്ത് സന്തോഷം വരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യണം. ഞങ്ങൾക്ക് അവരുടെ മുഖത്ത് ചിരി കാണാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, വേറൊന്നും പറയാനില്ല മിസ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എൻ്റെ വക, ഞങ്ങളുടെ എല്ലാവരുടെയും വക. അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും കോമഡി സീനൊക്കെ കാണുമ്പോൾ ചിരിക്കുമ്പോഴേ ഇവിടെ വേദന എടുക്കാന്ന്. പക്ഷെ എനിക്കിവിടെ ഇപ്പൊ വേദന എടുക്കുമോ എന്ന് വെച്ചാൽ നമുക്ക് ആ സന്തോഷം കൊണ്ട് നമ്മൾ ചിരിക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ നല്ല ഫേഷ്യൽ മസിൽസ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമ്പോ കുറെ നേരം കൊണ്ട് അങ്ങനെ തന്നെയല്ലേ. തുടങ്ങിയല്ല, ഞങ്ങള് രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 11:30 ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഗ്യാദർ ചെയ്തിരുന്നു. ആ സമയം തുടങ്ങി ഞങ്ങൾ ഹാപ്പിയാ. ആ സമയം തുടങ്ങി ഈ നിമിഷം വരും. അതുകൊണ്ടായിരിക്കാം ഇവിടെ നല്ല ഒരു പെയിൻ ഉണ്ട്, സുഖമുള്ള പെയിൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ വിജയിച്ചില്ലേ മിസ്സേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കെന്നാ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരുടെയും പേര് വിളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഞ്ജലി പറയട്ടെ ശില്പ? പറഞ്ഞു രമ്യ. എന്റെ മോള് ഇപ്പൊ മാമിന് വേണ്ടിട്ട് കാർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിക്കട്ടെ, വീഡിയോ ഒന്നാണ്.
കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്നില്ലേ മാം? കാണാം, നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും. ആള് മോനെ സെക്കൻഡ് താങ്ക് യു സോ മച്ച്, ലവ് യു. പറയൂ മാമിനോട് പറയൂ. താങ്ക് യു ബാവച്ചി. ബാവച്ചിയാണോ അത് ഉണ്ടാക്കിയത്? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ? ചിലർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു മാം. ഇത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട്, കുട്ടികൾക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഉണ്ട് എന്നാണ് വിശ്വാസം. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരുന്നു കയറാന്ന് ഈ ടൈമിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയട്ടെ? ഓക്കെ. മാം, ഞാൻ കൊച്ചുറാണിയാണ്. എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നിങ്ങളെല്ലാവരും ഞങ്ങളെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു ഫെസിലിറ്റേറ്ററായിട്ട് ഞങ്ങളെ നല്ലപോലെ കൺവേർട്ട് ചെയ്യാനായിട്ട് മാമിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പിന്നെ മാമിൻ്റെ ഒക്കെ ഒരു ക്ലാസ് മോട്ടിവേഷനൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഒരു സ്കൂളിലെ പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിലും കൃതജ്ഞത എന്നുള്ളൊരു ഇതിലേക്ക് എൻ്റെ പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതെനിക്ക് അറ്റൻഡ് ചെയ്യാനും അത് നന്നായിട്ട് പറയാനൊക്കെ സാധിച്ചു. പിന്നെ ഞാനെന്ന് പറയുന്ന ഒരാൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാനൊരു എറണാകുളം കിൻഫ്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. മാരീഡ് ആയ ശേഷം ഞാനിവിടെ പാലായിൽ വന്നു. വേറെ ഓൺലൈൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്. അത് എങ്ങനെയൊന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഈ ബാച്ചിൽ കയറിയതാണ്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈ ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷൻ വല്ലാതെ ഞാൻ അതിലേക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ക്ലാസ്സിലാണെങ്കിൽ ഓരോരുത്തരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ ക്ലാസ്സിൽ വന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞാണെങ്കിൽ പോലും എവരി വൺ നീഡ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. അതൊരു കുഞ്ഞാണെങ്കിൽ കൂടി അവൻ്റെ ആ ലോകത്തിൽ അവനാണ് സ്റ്റാർ. അപ്പം അവനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് വരാൻ പറ്റി. അതുപോലെയാണ് ഓരോ ക്ലാസ്സും. ഇപ്പം മിസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഒരു വയ്യാഴിക ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ കൂടി നമുക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. പക്ഷെ മാമിനൊന്നും ഒരിക്കലും ആ ഒരു ക്ലാസ് ആ ഒരു ടൈമിൽ കയറിയേ പറ്റൂ. അപ്പോൾ അവരുടെയൊക്കെ ഒരു എഫേർട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഓർക്കും, ദൈവമേ ഇന്ന് കയറാൻ പറ്റിയില്ല, എന്നാൽ മാറ്റിയേക്കാം. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, അങ്ങനെയെങ്കിൽ മാമിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വേറെ മാറാം. അപ്പം നമ്മൾ അതിലേക്ക് അവർ കൊടുക്കുന്ന അതേ എഫർട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ക്ലാസ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, എൻ്റേതായിട്ട് എന്തെങ്കിലും ചെയ്തേനെ. ഇപ്പം ഞാൻ ചെറിയൊരു പാട്ട് പാടാം, ഒരു 2 വരി എനിക്ക് അറിയാൻ പറ്റുന്ന. അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് എനിക്ക് തോന്നിയൊരു സോങ് ഞാനിപ്പോൾ അങ്ങ് പാടുവാണ്. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം. പറക്കണം പറക്കണം പറന്നു പോകണം, പറക്കണം പറക്കണം പറന്നു പോകണം. സൃഷ്ടിതാവാ ദൈവത്തോടാ കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവാ ദൈവത്തോടാ കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. പറക്കണം പറക്കണം വാനിൽ പറന്നു പോകണം, പറക്കണം പറക്കണം വാനിൽ പറന്നു പോകണം. ദൈവത്തിൻ കരുണയാൽ പുതു ചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൽ പുതു ചിറകു കിട്ടി കുരുവിക്ക്. പറക്കുന്നേ പറക്കുന്നേ വാനിൽ പറന്നു പോകുന്നേ, പറക്കുന്നേ പറക്കുന്നേ വാനിൽ പറന്നു പോകുന്നേ. ഇത്രയേ ഉള്ളൂ മാം. താങ്ക് യു എല്ലാവർക്കും. ഒരിക്കൽ കൂടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു മിസ്, താങ്ക് യു എല്ലാവർക്കും. നല്ല രസമുണ്ടായിരുന്നു ചെയ്തത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേര് കൊച്ചുറാണി എന്നാണ് ഞാൻ ഓർക്കുന്നത്, ചേച്ചിയുടെ പേര്. എന്താ പറയാ,
ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ കാണിക്കുന്ന ആ ധൈര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിനോടാണ് താങ്ക്സ് പറയേണ്ടത്. ഇനി മറ്റാർക്കെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ മാം, എല്ലാ മാമിനും വേണ്ടിയിട്ട്, എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല, ചെറിയൊരു പ്രയർ സോങ് ആണ്. ഇപ്പൊ എന്തോ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി പാടണമെന്ന് തോന്നുന്നതാണ്. പാടട്ടെ? ഇതുവരെ പാടിയിട്ടൊന്നുമില്ല, പാട്ട് പാടാൻ അറിയില്ല, ക്ഷമിച്ചോളൂ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചോളൂ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരം പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസ്സിൽ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ തരൂ പൊൻ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ കരളിന്റെ മുറ്റത്ത് ദിവ്യാക്ഷരങ്ങൾ കനിവില്ലു തീർക്കുന്ന വിജ്ഞാനഭാവ കരളിന്റെ മുറ്റത്ത് ദിവ്യാക്ഷരങ്ങൾ കനിവില്ലു തീർക്കുന്ന വിജ്ഞാനഭാവ കരയുഗ്മ നിരകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ കണി കാണുവാ നിത്യ സർഗാക്ഷരങ്ങൾ പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരം പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസ്സിൽ മതിൽ നീക്കി മനസ്സിൽ പൊൻ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ. താങ്ക് യു മാം. താങ്ക് യു രമ്യ, നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്, മിസ് പറയുന്ന പോലെ പെട്ടെന്ന് കവികളും പെട്ടെന്ന് ഗായകരും ഒക്കെ ഉണ്ടാകുമെന്ന്. ശില്പ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, എല്ലാ ടീച്ചേഴ്സിനും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനും ഒരായിരം ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ശില്പയ്ക്ക് പ്രത്യേകിച്ച്, നമ്മുടെ ഈ പരിപാടി ഇന്ന് കോർഡിനേറ്റ് ചെയ്ത ശില്പയും പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ പഠിക്കാൻ വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1000 നന്ദി. താങ്ക് യു രമ്യ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും നമുക്ക് നിർത്താം? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി ആരും ഇല്ലെങ്കിൽ നന്ദി പറഞ്ഞ് നിർത്തിക്കോട്ടെ. എല്ലാവരും ഓക്കെ അല്ലേ? ഇനി ആരും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഏറ്റവും നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, നമ്മുടെ നന്ദി പ്രകാശനം ചടങ്ങാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ജയദേവ് സാറിനോടാണ്. ഞങ്ങൾ ഒരു 4 പേര് മാത്രം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ധൈര്യം തന്നത് ജയദേവ് സാറാണ്. അന്ന് ഞങ്ങൾക്ക് 4 മിസ്സുമാരെ വേണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ അയക്കുന്ന ഗിഫ്റ്റ്സ് മിസ്സുമാരുടെ കയ്യിൽ എത്തണം, അല്ലെങ്കിൽ അത് മിസ്സുമാരെ അറിയരുത്, നേരത്തെ എത്തിയാലും മിസ്സുമാരെ അറിയരുത്, ആ സമയത്ത് മാത്രമേ എത്താമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും എന്തിനും സാറ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഞാൻ അയച്ചുള്ളൂ. അതും ഓഫീസിലെ ശരണ്യ മാമിൻ്റെ ഫോണിലേക്കാണ് മെസ്സേജ് അയച്ചത്. അതിനുശേഷം സാറ് വിളിച്ച് എന്ത് ചെയ്യാനും സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം കൂടെ നിൽക്കാൻ ആ സാർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. ആ സാറിൻ്റെ ആ വാക്കിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഈ നിമിഷം ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ സാറിൻ്റെ ഒരേ ഒരു വാക്കും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ആ സാറിന് എന്താ പറയുക, നമ്മൾ എല്ലാവരും പറയാറില്ലേ, തീർത്താൽ തീരാത്ത നന്ദി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ, അതേപോലെയാണ് സാറിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു നന്ദി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറവായി പോകും എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാം. ആ ഒരു രീതിയിൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളെ പഠിപ്പിച്ച ഇനി ഞങ്ങൾ മുന്നോട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിനാണ്. ജിഷ മാം, അശ്വതി മാം, ശരണ്യ മാം, നഫ്സിയ മാം ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു. മാമിനും എൻ്റെ എന്താ പറയുക, നമ്മൾ എല്ലാവരും പറയില്ലേ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയണമെന്ന് പറയില്ലേ, അതേപോലെ ഹൃദയത്തിൽ തൊട്ടേ ഞങ്ങൾക്ക് ആ നന്ദി പറയാൻ പറ്റുള്ളൂ. നന്ദി മാം. ഇനി ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ
റിജു ചേട്ടന് ഒന്നും കൂടെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേ. ലേറ്റ് ആയി പോയതിന് ഞങ്ങൾ എല്ലാവരും സോറി പറയുന്നു. അതേപോലെ തന്നെ റിജു ചേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യം, ഞങ്ങളുടെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ മിസ്സുമാർക്ക് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന റിജു ചേട്ടനെ ശരിക്കും ഞങ്ങൾ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെ ഒരു ബാച്ചിനെ അല്ല എല്ലാവരെയും അത്രയും ചേട്ടൻ സഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ടൈമിൽ. കാരണം ഞങ്ങളെല്ലാവരും എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കിപ്പോൾ പറയാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും എന്തും പറയുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാം കേട്ട് നിൽക്കുന്ന റിജു ചേട്ടന് ശരിക്കും വലിയൊരു നന്ദി പറയണം ഞങ്ങൾക്ക്. അത് എന്താ പറയുക, നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്ന് പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. കാരണം ക്ലാസ്സിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. സംസാരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ പലരും ഫുൾ ക്ലാസ് വേണമെങ്കിൽ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ റിജു ചേട്ടനോട് ഞാനൊരു സ്പെഷ്യൽ എന്താ പറയുക നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ശരണ്യ മാം ഓഫീസിലെ മാമിനെയാണ് ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോൾ മാം മിസ്സുമാരോട് ആരോടും പറയില്ല, പക്ഷെ ജയദേവ് സാറിനോട് പറയണം, സാറിനോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജയദേവ് സാറിലേക്ക് ഞങ്ങളെ എത്തിച്ചത് ശരണ്യ മാം ആണ്. ഇപ്പം ഇവിടെ ഇല്ലെങ്കിൽ പോലും ആ മാമിനോട് ഞങ്ങൾക്ക് നല്ലോണം ഒരു വലിയ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഇനി പറയാനുള്ളത്, ഈ ഒരു പരിപാടിക്ക് എൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, ഇപ്പം രാവിലെ ഒരു 12 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് പോലും എല്ലാവരോടും പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ പേടിയായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഉള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നേരം പറയണോ വേണ്ടയോ, എപ്പോൾ പറയും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ സ്മാർട്ട് ശ്രീയിൽ ഇന്ന് മിസ്സുമാരുടെ ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ ഗിഫ്റ്റ് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഇട്ട്. അതിനുശേഷമാണ് എനിക്ക് ശരിക്കും പറയാനുള്ളൊരു സാഹചര്യം തന്നെ ഒത്തത്. ആ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്നാണ് എനിക്ക് പറയാനുള്ള അവസരം വന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന്, ഇപ്പം കാർഡാണെങ്കിലും ബാക്കിയുള്ള പാട്ടുകളാണെങ്കിലും എല്ലാവരും അത് അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു എന്ന് പറയാം. എനിക്ക് രാവിലെ മുതൽ ഫോൺ താഴെ വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ പേഴ്സണലി ജയദേവ് സാർ മെസ്സേജ് അയച്ചു, ശരണ്യ മാം മെസ്സേജ് അയച്ചു, നമ്മുടെ മിസ്സുമാർ മെസ്സേജ് അയച്ചു, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പൊക്കെ എൻ്റെ നെഞ്ച് കിടന്ന് നല്ലോണം ഇടിക്കുമായിരുന്നു. ദൈവമേ പറ്റുമോ ചെയ്യാൻ പറ്റുമോ, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള ഈ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സഹായിച്ച എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഞാൻ വലിയൊരു നന്ദി പറയുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് അത് ശരിക്കും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നന്ദിയൊന്നും പറയത്തില്ല, അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് വിടാം. അത് എൻ്റെ ഹണി, അഞ്ജു, തശ്രി, ഇവർ 3 പേരുമാണ്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും, പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, നോട്ടായിക്കോട്ടെ, ക്ലാസ്സിൽ കയറുന്ന കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം പറഞ്ഞാലും തിരിച്ച് ഒന്നും പറയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരതലയും പറഞ്ഞുകൊണ്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് പോകും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മെസ്സേജ് അവരുടെ ഉണ്ടാകും. എന്തെങ്കിലും കാര്യം ചോദിച്ചു, നീ ഏത് വഴിക്ക് പോയി, നീ എവിടെയാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കൂടെ നിൽക്കാൻ എനിക്ക് ഈ ഒരു എഴുത്തു നിന്നാണ് അവരെ 3 പേരെയും കിട്ടിയത്. ശരിക്കും അവരെ 3 പേരെ എനിക്ക് കളയാൻ പറ്റില്ല. അവർ 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ഗിഫ്റ്റ് മാമിന് അയക്കാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷമുള്ള പരിപാടികൾ ഓരോ കാര്യം ജയദേവ് സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വിളിച്ച് എങ്ങനെയാ, സാറിനെ അതിൻ്റെതായ രീതിയിൽ വിളിക്കണ്ടേ. അപ്പം നമുക്ക് നോട്ടീസ് ഇട്ടാലോ, ഒരു കോള് വിളിച്ച്, വീഡിയോ കോൾ വിളിച്ച്, എന്നാൽ നീ എഴുത്, ഇന്ന കാര്യങ്ങൾ എഴുതണം, ഇന്നത് ചെയ്യണം, ബോർഡർ വരച്ചോ, അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്തു, ഇത് ചെയ്തോ എന്നൊക്കെ പറയുമ്പോഴും ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോഴും കൂടെ നിന്ന് ഒരു ഒപ്പീനിയൻ പറയാൻ അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. നീ ചെയ്തോ, കൂടെ ഞങ്ങളുണ്ട്, നിനക്ക് പറ്റും. അന്ന് ആ വാക്കുകൾ മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അവരുടെ വാക്കുകൾ മാത്രമാണ് കാരണം. അവർക്ക് എനിക്ക് വലിയൊരു താങ്ക്സ് പറയണം. അത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരെയും പോലെ ഞാൻ എല്ലാവരുടെയും കൂട്ടത്തിൽ അവരെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു പോകും. അവർ ശരിക്കും എനിക്ക് ഇവിടുന്ന് കിട്ടിയ അമൂല്യമായ രത്നങ്ങൾ തന്നെയാണ് 3 പേരും. അവർ 3 പേർക്കും എനിക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നിനി ക്ലാസ് വേണ്ടല്ലോ, സമയത്രയായില്ലേ? മാം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അഞ്ജലിയാണ്.
ശില്പ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ വളരെ മാനസികമായി വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അച്ഛൻ മരിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ടൈമിൽ പോലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ. എനിക്ക് ശില്പയാണ് ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവള് പറഞ്ഞ പോലെ ഇതിൽ എനിക്ക് കിട്ടിയ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു 3-4 പേരുള്ളൂ ഇതില് വിളിച്ചന്വേഷിക്കുന്ന. അപ്പോൾ ഇന്നലെ പോലും ഞങ്ങളുടെ വീട്ടില് എൻ്റെ വലിയച്ഛൻ ICU പോവും എന്ന് പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചത് ഒരു 37 ദിവസം ആവുന്നുള്ളൂ. പക്ഷെ ആ ഒരു രാത്രി 12:30 ടൈമിൽ എനിക്ക് കൂട്ടവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ക്ലാസ്സിൽ കയറാറില്ല. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ എനിക്ക് ചെയ്തു തരാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയും. ഞാൻ ചീത്തയായിട്ടാണ് കൂടുതൽ അവളെ പറയാ. അവളതാ പറയുന്നത്, കൂടുതൽ ചീത്ത പറയുന്നത് അവളെ ഞാൻ മാത്രമായിരിക്കും അതില്. എൻ്റെ അടുത്ത് പറയുമ്പോൾ നീ അത് ചെയ്തു. ഇപ്പോഴും അവൾക്ക് നല്ല ടെൻഷനായിരുന്നു. ഞങ്ങൾ 4 പേര് കൂടി ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ആൾക്കാർ എടുക്കും. നമ്മുടെ ഗ്രൂപ്പിലൊരു ചർച്ച ഇതിനെ പറ്റി ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ നമ്മളിത് ഞങ്ങളുടെ തീരുമാനം നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ എടുത്തു. പിന്നെ നമ്മൾ അവളുടെ അടുത്ത് പറഞ്ഞു, ഗ്രൂപ്പിൽ വന്നപ്പോൾ എല്ലാവരുടെ പറയണം, നമ്മളല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമായി പോകും. അപ്പൊ നമ്മളെല്ലാവരും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം തുടങ്ങിയത്. അപ്പൊ അവൾക്ക് നല്ല ടെൻഷനായിരുന്നു. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളോട് എന്ത് തോന്നും എന്ന് വെച്ചാൽ ഞങ്ങൾ സർപ്രൈസ് ആയി ചെയ്യാന്ന് വിചാരിച്ചോണ്ടാണ്, ആരും കൂട്ടാതെ ചെയ്യാന്നല്ല വിചാരിച്ചിരുന്നത്. അപ്പൊ സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു സർപ്രൈസ് ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശില്പ പറഞ്ഞ പോലെ ഇതില് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സും. ഞാൻ ക്ലാസ്സിൽ തീരെ കയറാൻ പറ്റാറില്ല. ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. എനിക്ക് സൗണ്ട് ഒക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവൾ പറഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണൽ ഇത് വന്നുപോയി. താങ്ക് യു ശില്പ, ഹണി, ശ്രീ. ഒരു 3 പേര് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. ഈ ഒരു സമയത്ത് തന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര്. താങ്ക് യു ടീച്ചേഴ്സ്. എനിക്ക് ക്ഷേമം എനിക്ക് വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു. എനിക്ക് മിസ് എപ്പോഴും ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു മുഖമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മിസ്സിങ് ആയിട്ട് ക്യാമറ ഓഫ് ആയി കിടന്നപ്പോൾ. മിസ് അത് പറഞ്ഞപ്പോൾ ഓണാക്കി. അതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജു. അവള് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവളുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. മെന്റലി ഭയങ്കര വീക്കാണ് അവള്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലാത്ത കാരണം കൊണ്ട് കൂടെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകും. നീ വാ, നീ ചെയ്യുന്നൊക്കെ പറഞ്ഞു. സോറിടാ, ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എപ്പോഴും കളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കാറുള്ളൂ ഞങ്ങള്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്താലും ഒക്കെ സോറിടാ. താങ്ക് യു മിസ്സേ. അവസാനം കളയേണ്ട അവസ്ഥ വന്നു. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഒരു കാര്യം സോറി മനസ്സിലാക്കി. എല്ലാവർക്കും. ഞാൻ കാരണം ഇപ്പൊ ഇമോഷണൽ ഇതായി മാറി. സോറി ട്ടോ എല്ലാവർക്കും. ഞാൻ അവൾ പറഞ്ഞപ്പോ എനിക്ക് പറയാൻ തോന്നി. കാരണം നമ്മളൊരു ക്ലാസ് ടൈമിൽ അത് പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഒരു ടൈം കിട്ടുമ്പോഴേ നമുക്ക് അത് പറയാൻ പറ്റും. അല്ലാത്ത ടൈമിൽ അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഓരോ വർക്ക് വരുമ്പോഴും അവൾ എൻ്റെ അടുത്ത് പറയും, അത് നീ പെൻഡിങ്ങിൽ ഇട്ടല്ല. എനിക്കാണെങ്കിൽ വർക്ക് മിസ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി പോയാലും അവള് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളതും ക്ലാസ് ആണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ശില്പ അവിടെ അവൈലബിൾ ആണ്. അഞ്ജു, ശില്പ, തശ്രീ. താങ്ക് യു ശില്പ. മിസ്, നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഞങ്ങള് നിർത്തിക്കോട്ടെ മിസ്സേ. ഓക്കെ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ശില്പവും നീയെ, ശില്പിയും നീയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ സ്റ്റാറ്റസ് കണ്ടവർ അത് വായിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാല് നമ്മൾ തന്നെയാണ് ശില്പം. അതിന്റെ ശില്പി നമ്മൾ തന്നെയാണ്. നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിന് ചില എന്താ പറയാ അന്തരീക്ഷം അനുകൂലമാകണം എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോ ശില്പ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സിന്റെ കാര്യം. സോ എല്ലാവരുടെയും അന്തരീക്ഷം അനുകൂലം തന്നെയാകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. Okay, thank you so much and good night. Thank you, ma'am. Good night, ma'am. Good night, ma'am. Good night, ma'am. Good night, ma'am.